കൂളിംഗ് ഗ്ലാസ് ഒക്കെ അടിച്ചു മാറ്റി വന്നിട്ടുണ്ട് ഒരാള്. അടിച്ചു മാറ്റിയാണോ? അല്ല, സ്വന്തം അല്ലേ? വൃത്തിയോട് കുറവൊന്നുമില്ലല്ലോ. വൃത്തിയോട് കുറവുള്ള ആ മുഖത്തിൽ ആ ഒന്ന് റെഡിയാക്കി എടുത്തു. മുഖത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്രെയിം കൊണ്ട് വെച്ച്, ഒരു വോൾവോ ഫ്രെയിം. എന്ത് പറയുന്നത്, ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. അതെ, നമ്മ അമ്മയെന്ന് നേരെ മായിലേക്ക്. കഴിഞ്ഞ ഞായറാഴ്ച അവിടെ, ഈ ഞായറാഴ്ച ഇവിടെ. ഞാൻ അതുകൊണ്ടൊരു കണ്ടിന്യൂറ്റി മാറ്റി പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ഷർട്ട് തന്നെ നല്ലതാന്ന് പറഞ്ഞു, മുണ്ടൊക്കെ. അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. നിങ്ങൾ തന്നെയാണെന്ന് അറിഞ്ഞപ്പോ പിന്നെ ഞാൻ അതിനകത്തൊരു മാറ്റം വരുത്തണ്ട. അങ്ങനെ എന്തായാലും ഒരേ സംഘടനയിൽ നിന്ന് ഒരേ അടുത്ത സംഘടനയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത്, നമ്മുടെ ടീമിന് എത്താൻ കഴിഞ്ഞാൽ അതും നമുക്ക് അഭിമാനിക്കാവുന്ന മുഹൂർത്തം തന്നെയാണ്. ഹൈദരലി ഇപ്പൊ എത്ര ഒരു സംഘടനയിലുണ്ട്? ഒന്നിലും മെമ്പറില്ല, പക്ഷെ എല്ലാ സംഘടനയിലും ഇവന്റുകളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അതെ, അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് ഇവരൊക്കെ നമുക്ക് തരുന്നത്. അതെ അതെ. ഹൈദരലിയുടെ ഇന്റർവ്യൂ ആണെങ്കിലും മറ്റുള്ള എന്താണ് ഒരു ടോക്ക് ഷോ ആണെങ്കിലും നമ്മൾ ഒഴിവാക്കത്തില്ല. കാര്യം അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും, അതിനകത്ത് എന്തെങ്കിലും ഒരു കുനിഷ്ഠ സാധനങ്ങളും വരും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു എന്താണ് സ്നേഹത്തോടെയുള്ളൊരു ഭയപ്പാടും ഉണ്ട്. എന്തെങ്കിലും ഒരു സാധനം ചോദിച്ച് അവിടെ ഒരു ബ്രേക്കിംഗ് സാധനം ഉണ്ടാകും. അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ഞാൻ ഹൈദരലി ഇപ്പോൾ ഒരു അവതാരകന് ശരിക്കും അതൊരു എന്താ പറയുക, ഒരു ടാലൻറ്റ് തന്നെയാണ്. നിങ്ങൾ ഈ മറ്റേ റിപ്പോർട്ടറിൽ നിന്ന് വന്ന മനസ്സിലാവും, റിപ്പോർട്ടറാണല്ലോ നിങ്ങൾ. ഓർമ്മയുണ്ടോ, നമ്മളന്ന് ആ സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ച് ഒരു ഉദ്ഘാടനത്തിന് ഞാൻ വന്ന സമയത്ത് നമ്മളൊന്ന് ചാനലിൽ നിൽക്കുന്ന സമയത്ത്. അതെ അതെ അതെ. അതല്ല, എന്തായാലും ഇവിടെ എത്തിയാലും സന്തോഷം. നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോൾ അപ്പം നമ്മൾ മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഇന്നസെന്റ് ഏട്ടൻ ഇവരൊന്ന് വിളിച്ച് കയറ്റാൻ പോവാണ്. ഒന്ന് കയറ്റിക്കും. ഇന്നസെന്റ് ഏട്ടനാണ് വിളിച്ച് കയറ്റാൻ പോകുന്നത്. ഇന്നസെന്റ് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുകയാണെന്ന് കരുതരുത്. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാം ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരൂ. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. അപ്പം കുറേ പ്രൈസുകളുണ്ടല്ലോ. നമ്മളിപ്പോൾ ലക്കി അവിടെ ഇട്ടിട്ടില്ലേ, അതിൽ നമ്മളൊരു TV ആണ് കൊടുക്കുന്നത്. പിന്നെ ഗെയിം ഷോയ്ക്ക് നമ്മൾ അജ്മി തരുന്ന പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരു ഗെയിം ഷോയ്ക്ക് IF ഫർണിച്ചറുടെ ഒരു ബെഡ്റൂം തന്നെ സെറ്റ് ചെയ്ത് തരും വീട്ടിൽ കൊണ്ട്. ആ ഗെയിം ഷോയിൽ എല്ലാത്തിലും പങ്കെടുക്കണം. അങ്ങനെ ഉണ്ടല്ലോ. ഒരു ബെഡ്റൂം സെറ്റ് കൊണ്ട് സെറ്റ് ചെയ്യണം, വീട്ടിൽ കൊണ്ട് തരും. അതോടൊപ്പം തന്നെ 75,000 രൂപ സാധനം കൂപ്പൺ അവിടെ ഇടുമ്പോൾ 15,000 രൂപയ്ക്ക് തരും. ആ സെറ്റ് 75,000 രൂപയാണ് മുടക്കും, വെറും 15,000 രൂപയ്ക്ക് തരും. അങ്ങനെ എല്ലാ പ്രൈസും നമ്മൾ എന്തായാലും എനിക്കോ അല്ലെങ്കിൽ എന്നെ പോലെ ഭാഗ്യമുള്ള ആർക്കെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി സന്തോഷം. നമുക്ക് ഇനി ഇടയ്ക്ക് ഇവിടെ വരണം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരേ കലാകാരന്മാർ നമുക്ക് തുടരും സിനിമ കണ്ടു കഴിഞ്ഞപ്പം, തുടരും സിനിമയിൽ ഒരു വലിയ റോള് ലാലേട്ടനോട് പറ്റി. അന്ന് ഞാൻ തുടരും സിനിമ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുത്താണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ ബാല്യകാല സുഹൃത്താണ്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പോൾ തുടരും സിനിമ കഴിഞ്ഞിട്ട് അങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കുടുംബം എന്ന കുടുംബത്തിലെ മീറ്റിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. കാരണം പണ്ട് പാടിയ പോലെ മാമലകപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. ആ മലയാള നാട്ടിലെ എന്ന സംഘടന നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുകളെയെല്ലാം ഓരോ അംഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംഘടന. അതിന് സംഘടനാ ബോധവും പ്രവർത്തന ശൈലിയും എല്ലാം കൊണ്ടും മികവ് പുലർത്തുന്ന ഒരു സംഘാടക സമിതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ആർട്ടിസ്റ്റുകളുടെയും ഓരോരോ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സംഘടനയുടെ സംഘാടകരായിട്ടുള്ള ഇത്രയും നല്ല സംഘാടകരുള്ള ഒരു സംഘടനയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇതിൽ തുടർന്ന് പോകാൻ കഴിയുന്നതിലും വളരെ അഭിമാനമുണ്ട്. അത് സന്തോഷമുണ്ട്. അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ നിരവധിയായ പരിപാടികൾ ഇപ്പോൾ ഇപ്പം പലരോടും എല്ലാത്തിലും പങ്കെടുക്കണം. അതെ, അതിപ്പം അതിൻ്റെ നേതൃത്വ നിലയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക സമിതിയിലേക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് പുറം ലോകത്ത് എത്തിക്കാനായിട്ട് ഇക്കയുടെ സംഘം എത്തിയത് അതിയായ സന്തോഷം. എനിക്ക് തോന്നുന്നത് ഈ ഇത്തവണത്തെ ഭരണസമിതി കുറേ പ്രൈസുകൾക്ക് അറേഞ്ച് ചെയ്തൊക്കെ ആ ഭരണസമിതിയുടെ ഒരു മികവാണ്. ഇപ്പോഴത്തെ ഈ പ്രൈസ് മാത്രമല്ല, ഓരോ അംഗത്തിൻ്റെ ഓരോ ആരോഗ്യനില അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് അത് പുറത്തൊന്നും പബ്ലിസിറ്റിയില്ല. വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ സംഘാടന മികവുള്ള കുറേ പേര് വന്നതുകൊണ്ടാണ്. അതിൻ്റെ വ്യത്യാസമാണ്. അത് അങ്ങനെയുള്ളവർ ഇനിയും വരട്ടെ. ഇനിയും പുതിയ ആൾക്കാർ വരുമ്പോഴും ഇവർ ചെയ്ത മാതൃകകൾ പിന്തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്കൊരു ലൈൻ നല്ല ഒരു ഇൻഡിപെൻഡന്റ് 2 ലൈൻ പ്രേക്ഷകർ ഹിന്ദിയാണ് നമുക്ക് ഗസൽ പോലെ. ഹിന്ദി നമ്മുടെ ഒരു മാസ്റ്റർ പീസുകളുണ്ട്. ഏതാണ് ഗസൽ? जीता तो जिसके लिए मरता था, ऐसी लड़की थी मुझे मैं प्यार करता था.
सी लड़की थी मुझे मैं प्यार करता था. താങ്ക് യു നമുക്ക് ഇടയ്ക്ക് കാണണം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. താങ്ക് യു, കാണണം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും നിങ്ങളെ കാണണമെന്ന് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വീട്ടിൽ വരണം. ഓക്കെ. അപ്പം ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരേ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുമോ? നമ്മൾ ധൈര്യമായിട്ടും കൂടെ വന്നോണ്ടോ കുറേയൊക്കെ ഇട്ടിട്ട് വരൂ. ഓരോ ആളുകൾ പിന്നെ ധൈര്യമായിട്ട് പറ്റേ. നമസ്കാരം. എൻ്റെ പേര് സബി. പറയൂ സബി, എവിടെയാണ്? എൻ്റെ സ്ഥലം നെടുമ്പാശ്ശേരിയാണ്. നെടുമ്പാശ്ശേരി. ഇവിടെ തൊട്ടടുത്ത് തന്നെ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ. എത്ര വർഷമായി? ഞാൻ ഒരു 2000 ആണ്ട് തുടങ്ങി മിമിക്രി മേഖലയിലുണ്ട്. കോളേജ് സ്ഥലം തുടങ്ങിയാണ് വന്നത്. അന്ന് സിനിമാല തുടങ്ങിയിട്ടുള്ള സമയത്ത് അതില് ഉള്ളപ്പോൾ അതെ, അതിലൂടെ അങ്ങനെ കടന്നു വന്ന് ചാനൽ പ്രോഗ്രാമുകളിലെല്ലാം പ്രത്യേകമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ചെയ്യുന്നത് അല്ലേ? ഡയലോഗൊന്നും ഇല്ല അപ്പോൾ? ഡയലോഗുണ്ട്. ഡയലോഗ് ഡബ് ചെയ്ത് വെക്കുവാണോ? അല്ല, അത് അതിന്റെ ഒരു പാറ്റേണിൽ അങ്ങ് പോകും. ആ ഒരു ഹിന്ദി ചൊക കലർന്ന ആ ഒരു ഭാഷയിൽ അങ്ങനെ പോകും. അത് നമ്മുടെ മേക്കപ്പും കോസ്റ്റ്യൂമും ഒക്കെ വന്നു അതിലാണ് ശരിയാവുള്ളൂ. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ മിമിക്രിക്കാർക്ക് വലിയ സന്തോഷമാണ് ഇന്നത്തെ ദിവസം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് വർഷം കിടന്നോടിയിട്ടുണ്ട്. നമ്മളെയൊന്നും മുൻനിരയിൽ അറിയപ്പെടുന്നില്ല എങ്കിൽ തന്നെയും മുൻനിരയിലുള്ളവർ നമ്മളെ മാനിക്കുന്നൊരു ദിവസം, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാനിക്കുന്നൊരു ദിവസം, അത് നല്ല സപ്പോർട്ടുണ്ട് ഇന്നത്തെ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വലിയവനോ ചെറിയവനോ ഒന്നും ഇല്ല. ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സംഘടന വളരെ സഹായകരമാണ്, വളരെ ആശ്വാസകരമാണ്. ഷാജുനൊക്കെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡയറക്റ്റ് ആ ഒരു കൃത്യമായ മോണിറ്ററിംഗ് ഉള്ള ഒരു കമ്മിറ്റിയുമാണ്. വലിയ സന്തോഷമാണ്. ഞങ്ങളും ഇത്തവണ ഇവിടെ എത്തിയിട്ടുണ്ട്. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.